ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. നമുക്കറിയാം മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, നമ്മളിനി പഠിക്കുകയാണെങ്കിലും, ഏത് സെക്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും, നമ്മളെ പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിലും നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ. എക്സൽ നമുക്കറിയാം വിവിധ തരത്തിലുള്ള ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യാൻ, നമ്മൾക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ, ടേബിൾസ് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ, വിവിധ തരത്തിലുള്ള ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എക്സൽ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലിട്ട് പോകാം. നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. നമുക്ക് ഇത് ഓപ്പൺ ആക്കാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ബട്ടണിൽ പോയിട്ട് എക്സൽ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മളെ ഡെസ്ക്ടോപ്പിൽ ഓൾറെഡി എക്സലിൻ്റെ ഐക്കൺ ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും സിസ്റ്റത്തിൽ. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോൻ്റെ കൂടെ തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് വരിക. ഇതിൽ നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ പറ്റും മെനുകളാണ്. ഇതെല്ലാം മെനു എന്നാണ് ഇതിന് പറയാം. അപ്പോൾ ഫയൽ, നമുക്ക് ഫയലിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ചെയ്ത വർക്ക് സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പുതിയൊരു എക്സൽ ഓപ്പൺ ആക്കണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് PDF ആയിട്ട് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അത് പറ്റും, നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി മറ്റേതെങ്കിലും ഫയൽ ഫോർമാറ്റിൽ ഇത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസാണ് നമുക്ക് ഫയലിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക. ഇനി ഹോം എന്നുള്ള വിൻഡോ ആണ്. ഹോമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്ര ഓപ്ഷൻസാണ് ഹോം എന്ന വിൻഡോയിൽ നോർമലി ഉണ്ടാവുക. അത് നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ടെക്സ്റ്റ് ബോൾഡ് ആക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്യാൻ പോവാണ്, ഒരാളെ പേര് ടൈപ്പ് ചെയ്തു, അരുൺ, ഒരു പേര് ഞാൻ ടൈപ്പ് ചെയ്തു. നമുക്ക് ബോൾഡ് ആക്കണമെങ്കിൽ ഈ ബോൾഡിൽ ക്ലിക്ക് ചെയ്താൽ അത് ബോൾഡ് ആവും. ഇത് നമുക്ക് ഇറ്റാലിക് ആക്കണമെങ്കിൽ, അതായത് ചെരിഞ്ഞാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും, അണ്ടർലൈൻ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റും. ഇതിനൊക്കെയുള്ള ഓപ്ഷൻസാണിത്. ഇനി നമുക്ക് എന്ത് ചെയ്യും, ടെക്സ്റ്റിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാൻ പറ്റും. ഇനി സെല്ലിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഹോം എന്നുള്ള മെനുവിലുണ്ട്. ഇനി എന്താണ് മെർജ് ആൻഡ് സെൻറ്റർ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് 2 സെല്ലിലേക്ക് ആക്കണം, അപ്പോൾ മെർജ് ആൻഡ് സെൻറ്റർ ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഏത് ഡാറ്റ ടൈപ്പ് കൂടെ സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും നമ്പർ അടിച്ചു കൊടുത്തു, നമ്മളൊരു നമ്പർ അടിച്ചു കൊടുത്തു, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ ജനറൽ കാറ്റഗറിയിലാണ് എടുക്കുന്നത്. നമുക്ക് കറൻസി എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ കറൻസി സിമ്പിളായിട്ട് ഇവിടെ വരും. ഈ സിമ്പിൾ നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസാണ് ഈ ഹോം എന്നുള്ള വിൻഡോയിലുള്ളത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഈ ഓരോ വിൻഡോയിലേക്കും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ പോകുന്നതാണ്. ഇനി അടുത്തൊരു മെനു ആണ് ഇൻസേർട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ചാർട്ടുകൾ ആഡ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ചാർട്ടുകൾ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ സിമ്പിളായിട്ടൊരു ഡാറ്റ സെലക്ട് ചെയ്ത് ഒരു ചാർട്ട് ആഡ് ചെയ്യാൻ വെച്ചാൽ സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. ഒരു ചാർട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിവറ്റ് ടേബിൾ ഉണ്ട്, സ്ലൈസേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ഡീറ്റെയിലൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പോകും. ഇനി പേജ് ലേഔട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തീം മാറ്റാൻ പറ്റും. നമ്മൾ മാറുന്നതിനനുസരിച്ചുണ്ട് ഇതിൻ്റെ സ്റ്റൈൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഫോണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കളേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റും, മാർജിന് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബേസിക് ഇങ്ങനത്തെ ഓപ്ഷൻസാണ് ഈ മെനുവിലുള്ളത്. ഇത് ഓരോന്നും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, ചിലത് ബേസിക് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്, ചിലത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓരോ ഓപ്ഷനിലും നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ്ഡ് എക്സലിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഓപ്ഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ ഇൻസെർട്ട് ചെയ്ത് പഠിക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു മാസത്തെ എന്തെങ്കിലും ഡാറ്റ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള എന്തെങ്കിലും ഒരു ഡാറ്റ ഒരു മന്ത് വൈസ് പ്രിപ്പയർ ചെയ്യണം. നമുക്ക് എക്സലിൽ മന്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ജനുവരി, ഇപ്പോൾ നമ്മൾ ഒരു മന്ത് ഞാൻ ഇവിടെ സെർച്ച് ചെയ്തു. ഇത് നമ്മൾ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഈ കോർണറിൽ പിടിച്ച് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കണ്ടോ. അപ്പോൾ ഈ മന്ത് കംപ്ലീറ്റ് വിടുന്നു. ഞാൻ ഓരോന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി മന്ത് കംപ്ലീറ്റ് വേണം, നമുക്ക് ഷോർട്ട് ഫോം മാത്രം മതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യത്തെ ഷോർട്ട് ഫോം ഇപ്പോൾ ജനുവരിൻ്റെ മാത്രം ടൈപ്പ് ചെയ്തുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മന്ത് ഇങ്ങോട്ട് വരും. നമുക്ക് മന്ത് എന്ത് ചെയ്യും, ഓരോ മന്തും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഒരു മന്തിൻ്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
ഒരു നമ്പർ നോക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് 1 2 ടൈപ്പ് ചെയ്യണം. അപ്പോൾ എന്താ ഞാൻ 1 2 എന്ന് മാത്രം ടൈപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഡാറ്റ കംപ്ലീറ്റ് അതിന് വരും. നമുക്ക് എത്ര വേണമെങ്കിലും ഇതെന്ത് സ്ക്രോൾ ചെയ്യാം. നമുക്ക് ഇപ്പോൾ സീരിയൽ നമ്പർ കൊടുക്കാനോ മറ്റെന്തെങ്കിലും നമ്പർ കൊടുക്കാനൊക്കെ ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത് എന്താണ്, നമുക്കിപ്പോൾ ഡേറ്റ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നത്തെ ഡേറ്റ് ഒരു 1/1/2025 എന്നൊരു ഡേറ്റ് ഞാൻ കൊടുത്തു. ഇത് നമുക്ക് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് തന്നെ എന്ത് ചെയ്യും, ഈ ഡേറ്റ് ഇങ്ങനെ അടുത്ത ദിവസത്തേക്ക് ഇങ്ങനെ മാറി മാറി വരും. ഈ ഡേറ്റ് ഫോർമാറ്റ് എന്നുള്ളത് ഇപ്പോൾ മാസം ദിവസം വർഷം അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം 1-ാം തീയതി വന്നു, പിന്നെ 2-ാം തീയതി വന്നു, 3-ാം തീയതി വന്നു, 4-ാം തീയതി വന്നു, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഏത് രീതിയിലും എന്ത് ചെയ്യാം, നമുക്ക് പല രീതിയിലും ഡാറ്റകൾ ഇൻസേർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത ഡാറ്റ നമുക്ക് അതിൽ ഓരോ ഫങ്ഷൻസ് അപ്ലൈ ചെയ്യാനും മറ്റ് ഫങ്ഷൻസ് അപ്ലൈ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ എക്സൽ എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫോർ എക്സാമ്പിൾ ഈ ഒരു സെയിം തന്നെ ഞാൻ എന്ത് ചെയ്യും, ഒരു ടേബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു റോ ഡാറ്റയാണ്. ഞാൻ ജസ്റ്റ് ഈ ഡാറ്റ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്തു, ജസ്റ്റ് ഇൻസേർട്ടിൽ ഒരു ടേബിൾ എന്നുള്ളത് കൊടുത്തു. ഇപ്പോൾ കണ്ടോ എൻ്റെ ഈ ഡാറ്റ ഒരു ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്തു. എനിക്ക് ടേബിളിൻ്റെ ഫോർമാറ്റ് ഇവിടെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും, കളർ മാറ്റാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഡാറ്റ ടേബിളാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് പെട്ടെന്ന് ഫിൽട്ടർ ചെയ്യണം. ഇതിലിങ്ങനെ ഫിൽട്ടർ എടുത്ത് എനിക്കിപ്പോൾ ജനുവരിത്തെ ഡീറ്റെയിൽ മാത്രം പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ജനുവരി സെർച്ച് ചെയ്താൽ എന്ത് ചെയ്യും, ആ ജനുവരി മാത്രം ഫിൽട്ടർ ചെയ്ത് വരും. ഇനി കൊണ്ട് ഒരു നമ്പർ, എനിക്ക് 5-ാമത്തെ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ ഫിൽട്ടർ ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ ഡാറ്റ ഫിൽട്ടർ ചെയ്യാൻ ടേബിള് എന്നുള്ളത്, അല്ലെങ്കിൽ ഡാറ്റ ടേബിൾ എന്നുള്ളത് നമ്മൾ ഡാറ്റ ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സലിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ അല്ലെങ്കിൽ ഒരു സ്കൂളിലെ ഒരു 25 കുട്ടികളുടെ മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 10 വിഷയത്തിൽ അവരുടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാവരും അറിഞ്ഞ് ഇരിക്കേണ്ട കുറച്ച് ഫങ്ഷൻസ് മാത്രം നോക്കണുള്ളൂ. ഓക്കെ, നമുക്കിതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാവരും മസ്റ്റായിട്ട് അറിഞ്ഞു ഇരിക്കേണ്ട കുറച്ച് ഫങ്ഷൻസ് മാത്രമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ എന്താ 10 നമുക്ക് നോക്കാൻ പറ്റും, 25 കുട്ടികളെ മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ ചെയ്യും, ഇതെല്ലാം ഓരോ സബ്ജക്റ്റുകളാണ്. ഇപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, ഇതെല്ലാം എന്താണ് ഓരോ സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിലെ ഓരോ കുട്ടികൾക്കും കിട്ടിയിട്ടുള്ള മാർക്കുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ, ഈ ഒരു ഇതിനെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുക. അപ്പോൾ എ എന്നുള്ളതൊരു കോളംസ് ആണ്. ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ കോളംസ് എന്ന് പറയുക. എ എന്നുള്ളതൊരു കോളാണ്, ബി എന്നുള്ളതൊരു കോളാണ്, സി എന്നുള്ളതൊരു കോളാണ്, ഡി ഒരു കോളാണ്. ഇങ്ങനെ വരുന്ന കംപ്ലീറ്റ് കോളംസ് ആണ്. ഇനി ഈ രീതിയിൽ വരുന്നത് നമ്മൾ റോസ് എന്ന് പറയും. ഇപ്പോൾ 3 എന്നുള്ളത് റോ ആണ്, 4 എന്നുള്ളത് റോ ആണ്, 5 നമ്മൾ റോ ആയിട്ടാണ് പറയുക, 6 നമ്മൾ റോ ആയിട്ടാണ് പറയുക. ഇങ്ങനെ ഇതേ രീതിയിൽ വരുന്നതിന് നമ്മൾ റോ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഫംഗ്ഷൻ നോക്കാം. നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ഓരോ കുട്ടികളുടെ മാർക്കിൻ്റെ ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിപ്പോൾ എന്താണ്, ഓരോ വിഷയത്തിൻ്റെയും മാർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഓരോരുത്തരുടെയും മാർക്കിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് ഏറ്റവും എളുപ്പം ഞാനിവിടെ ഒരു ഹെഡിങ് കൊടുത്തു, ആദ്യം ടോട്ടൽ, എന്നിട്ട് എന്ത് ചെയ്തു, സമം, ഈക്വൽ ടു എന്നുള്ള സിമ്പിൾ അടിക്കുക. എന്നിട്ട് SUM, വളരെ സിമ്പിളാണ്. SUM എന്ന് അടിച്ചാൽ എന്ത് ചെയ്യും, കുറേ ഫങ്ഷൻസ് ഇവിടെ വരും. ഇതിൽ നമുക്കുള്ള ഫങ്ഷൻ ഏതാണെന്ന് അതിൽ ഹൈലൈറ്റ് അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ടാബ് അടിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ സം എന്നുള്ള ഫംഗ്ഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ സം അടിച്ചതിന് ശേഷം ഞാൻ ടാബ് അടിച്ചു. എന്നിട്ട് ഞാൻ ഈ റേഞ്ചും കൂടെ സെലക്ട് ചെയ്തു. അത് ഇത്രയും നമ്പേഴ്സാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഈ കോളം ഇവിടെ ക്ലോസ് ചെയ്തു. എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് ചെയ്യും, നമുക്ക് നോക്കി അറിയാൻ പറ്റും ഇത്ര നമ്പേഴ്സിൻ്റെ സമ്മ്, അതിൻ്റെ ടോട്ടലാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് മറ്റു കുട്ടികളുടെയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോന്നിനും ഇങ്ങനെ സമ്മ് ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ സമ്മ് അടിച്ചു, അടുത്ത കുട്ടീനെ കാണുമെങ്കിൽ ഇങ്ങനെ സമ്മ് ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഡിലീറ്റ് ചെയ്യാണ്. ജസ്റ്റ് എന്ത് ഈ ഒന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഈ സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു സിമ്പലിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അടിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഡാറ്റ ഇതിപ്പോൾ നമുക്ക് നോക്കിയാറാൻ പറ്റും. എല്ലാ കുട്ടികളുടെയും എന്തായി സമ്മ് എന്നുള്ളത് അല്ലെങ്കിൽ ടോട്ടൽ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ എക്സലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് സം എന്ന് പറയുമ്പോൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സം ഫംഗ്ഷന് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ഒരേ രീതിയിലുള്ള ഡാറ്റ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ ഫോർമുല ഇങ്ങോട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ ഈ ഒരു കേസിൽ നമുക്ക് എല്ലാ വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ എല്ലാ കുട്ടികളുടെയും മാർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് സമ്മ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഫംഗ്ഷൻ നോക്കാം, ആവറേജ്. ആവറേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓരോ കുട്ടികളുടെയും ടോട്ടൽ ഓരോ വിഷയത്തിലും കിട്ടിയിട്ടുള്ള മാർക്കിൻ്റെ ആവറേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ ആവറേജ് എന്നുള്ളൊരു ഹെഡിങ് കൊടുത്തു. ഇനി ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഏത് ഫോർമുല എക്സലിൽ ഇൻസെർട്ട് ചെയ്യണമെങ്കിലും സമം എന്നുള്ള സിമ്പിൾ അല്ലെങ്കിൽ ഈക്വൽ ടു എന്നുള്ള സിമ്പിളാണ് അടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈക്വൽ ടു അടിച്ചു. എന്നിട്ട് ആവറേജ് AV എന്ന് അടിച്ചപ്പോൾ തന്നെ കുറേ ഫങ്ഷൻസ് വന്നു. എനിക്കിതിൽ ആവറേജ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ആവറേജ് എന്നുള്ളതിലേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ടാബ് അടിച്ചു. എന്നിട്ട് എനിക്ക് എന്തിൻ്റെ ആവറേജാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇത്രയും നമ്പേഴ്സിൻ്റെ ആവറേജാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇത്രയും നമ്പേഴ്സ് സെലക്ട് ചെയ്തു, ഫോർമുല ക്ലോസ് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ആവറേജ് എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാൻ അറിയാൻ പറ്റും ഇത്ര നമ്പേഴ്സിൻ്റെ ആവറേജാണ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി സ്റ്റുഡൻസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ട്രാക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്യും, ഓരോ കുട്ടികളുടെയും ആവറേജ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിലിപ്പോൾ ഏറ്റവും ഹയസ്റ്റ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ഏത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഈ ടോട്ടലിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് മാർക്ക് എത്ര എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മാക്സ് എന്നുള്ള ഫംഗ്ഷന്. മാക്സ് എന്ന് പറയുമ്പോൾ ഒരു സീരീസ് ഓഫ് നമ്പറിലെ ഏറ്റവും വലിയ നമ്പർ നമുക്ക് റിട്ടേൺ ചെയ്യും. നമുക്ക് അതിൻ്റെ ഫോമിൽ ഇൻസെർട്ട് ചെയ്ത് നോക്കാം. സെയിം പോലെ തന്നെ സം അടിക്കുക, എന്നിട്ട് MAX അടിക്കുക, അത്രയേ ഉള്ളൂ. MAX. ഞാൻ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ടാബ് അടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ വാല്യൂസ് കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ ഇവിടെ പ്രിൻ്റ് ചെയ്ത് വരും. നമുക്ക് അറിയാൻ പറ്റും ഇതിൽ ഹയസ്റ്റ് നമ്പർ നോക്കിക്കഴിഞ്ഞാൽ 495 ഹയസ്റ്റ് നമ്പർ. അപ്പോൾ ഈ നമ്പർ നമുക്കിവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ നമ്മളെ ക്ലാസ്സിലെ ഏറ്റവും ഹയസ്റ്റ് നമ്പർ, ഏറ്റവും ടോപ്പ് നമ്പറായിട്ട് അല്ലെങ്കിൽ മാർക്കായിട്ട് കിട്ടിയിട്ടുള്ളത് 495 നമുക്ക് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ ഒരു ഫംഗ്ഷനാണ് മിന്ന്. മിന്നെന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ നമ്പർ, മാക്സ് ആകുമ്പോൾ ഏറ്റവും വലിയ നമ്പറാണ് നമുക്ക് റിട്ടേൺ കിട്ടുക. എന്നാൽ മിന്നാകുമ്പോൾ ഏറ്റവും ചെറിയ നമ്പറായിരിക്കും കിട്ടുക. നമ്മൾ MIN മിന്ന് എന്നുള്ള ഫോമിൽ അടിച്ചു. സം അടിച്ചതിന് ശേഷം നമ്മൾ ഇത് ആ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മിന്ന് ഇപ്പം നമുക്ക് ഇതിൽ നോക്കാൻ പറ്റും 289 ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ ഈ കുട്ടികളെ റാങ്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിനെ 1ാം റാങ്ക്, ഇനി അതിനുശേഷം 2ാം സ്ഥാനമുള്ള ആൾക്കാരെ 2. അപ്പോൾ ആ രീതിയിൽ നമുക്ക് നമ്പർ ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാനിവിടെ ജസ്റ്റ് റാങ്ക് എന്ന് കൊടുക്കാം. അതായത് ഓരോ കുട്ടികളുടെയും റാങ്ക്, മാർക്കിൻ്റെ ബേസിൽ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ഇവിടെ റാങ്ക് എന്ന് ഞാൻ സെലക്ട് ചെയ്തു. സെയിം പോലെ തന്നെ സം അടിക്കുക, എന്നിട്ട് റാങ്ക്. ഈ റാങ്ക് എന്നുള്ള ഫോർമുല സെലക്ട് ചെയ്തു. എന്നിട്ട് ടാബ് അടിക്കുക. എന്നിട്ട് നമ്പർ നമ്മൾ ഏത് നമ്പറാണ് എനിക്ക് റാങ്ക് ചെയ്യേണ്ടത്? ഈ 432 എന്നുള്ള നമ്പറാണ് എനിക്ക് റാങ്ക് ചെയ്യേണ്ടത്. ഇനി റെഫറൻസ്, അതായത് ഏത് റെഫറൻസിൻ്റെ ബേസിലാണ് ഈ റാങ്ക് ചെക്ക് ചെയ്യേണ്ടത്? അത് ഇത്രയും നമ്പറിൽ ഈ 432ൻ്റെ റാങ്കാണ് എനിക്കിപ്പോൾ കിട്ടേണ്ടത്. അപ്പോൾ എന്ത് ചെയ്തു, അതെടുത്തതിന് ശേഷം ഞാൻ ക്ലോസ് ചെയ്തു. ഇവിടെ ഫോർമുല ക്ലോസ് ചെയ്തു. ഇപ്പം എന്ത് ചെയ്ത് കിട്ടി, 432ൻ്റെ റാങ്ക് എനിക്ക് കിട്ടി. അത് 432ൽ 10ാം റാങ്കാണ് അപ്പോൾ ഈ കുട്ടിക്കുള്ളത്. ഈ രീതിയിൽ നമുക്ക് റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാങ്ക് എന്നുള്ള ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ 2 ഫോർമുല തൽക്കാലം ഇങ്ങോട്ട് മാറ്റുകയാണ്. മാക്സിമിന് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇവിടെ നിന്നിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഏത് സെല്ലിലേക്കാണോ വാല്യൂ ആവശ്യമുള്ളത് അവർക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓട്ടോമാറ്റിക് മാറും. ഓക്കെ, അപ്പോൾ റാങ്കിൻ്റെ ഫോർമുല ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. റാങ്ക് അടിച്ചു. റാങ്ക് എന്ന് അടിച്ച് ഞാൻ എൻ്റെ കറക്റ്റ് ഫോർമുല എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യും, ഈ നമ്പറിൻ്റെ റാങ്കാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തു. എന്നിട്ട് റെഫറൻസ് കൊടുക്കണം. അതായത്
എന്തിൻ്റെ ബേസിലാണ് റാങ്ക് ചെയ്യേണ്ടത്, അതായത് ഈ ടോട്ടൽ നമ്പറിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഞാൻ റാങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടോട്ടൽ നമ്പർ സെലക്ട് ചെയ്യണം. ഈ ടോട്ടൽ നമ്പർ സെലക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് എനിക്ക് ഈ കോളം മൊത്തമായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ കോളത്തിലെ നമ്പേഴ്സിൻ്റെ മൊത്തം നമ്പറിൻ്റെ ബേസിലായിരിക്കും ഈ റാങ്കിന് കാൽക്കുലേറ്റ് ചെയ്യുക. ഞാൻ ഈ കോളം സെലക്ട് ചെയ്തു, ഈ ഫോമുല ക്ലോസ് ചെയ്തു, എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, എനിക്ക് ഈ കുട്ടീൻ്റെ റാങ്ക് കിട്ടി. ഇനി ഇതേ റാങ്ക് തന്നെ ഇപ്പോൾ ഈ കുട്ടീനെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ഫോമിൽ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇതിങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്കിവിടെ നോക്കാൻ പറ്റും ഏറ്റവും ഹയസ്റ്റ് 1ാം റാങ്ക് ഉള്ളത് ഈ ഒരു കുട്ടിക്കാണ് 1ാം റാങ്ക് ഉള്ളത്. അതുപോലെ തന്നെ 2ാം റാങ്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് 2ാം റാങ്ക്. അപ്പോൾ ഈ മാർക്കിൻ്റെ ബേസിൽ ഇപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ റാങ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടീന് 1ാം റാങ്ക്, പിന്നെ അതിനുശേഷം 2ാം റാങ്ക്, 3ാം റാങ്ക്, ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, റാങ്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, നമ്മളിന്ന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സൽ എന്താണെന്നുള്ളതും എക്സലിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ഓരോ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് ഇങ്ങനെ ഓരോ ക്ലാസ്സിലായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് ഈ സീരീസ് കംപ്ലീറ്റ് ആയിട്ട് കഴിയുമ്പോഴത്തേന് നിങ്ങൾ എക്സലിലൊരു എക്സ്പേർട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോട് കൂടെ തന്നെ നിങ്ങൾ മൈക്രോസോഫ്റ്റ് എക്സൽ കമ്പ്യൂട്ടറിലോ നിങ്ങളെ ലാപ്ടോപ്പിലോ എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും.